തിരുവാതിര നക്ഷത്രത്തിന് ഈ കർക്കിടക മാസം അങ്ങോട്ട് അവസാനിക്കുമ്പോൾ മുതലുണ്ടാകുന്ന നല്ല മാറ്റങ്ങളുണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. പക്ഷേ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ പൂർവ്വജന്മമായിട്ടുള്ളതല്ല, പൂർവികമായിട്ടുള്ള ചില വിഷയങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. യാതൊരു കൂസലുമില്ലാതെ അതൊക്കെ ഞാൻ ചെയ്തു, നീ എന്തിനാണ് ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചത് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുമ്പിൽ അയാൾ നിസ്സഹായനായിപ്പോയി. ഇപ്പോൾ വീട് വിറ്റിട്ട് ആ കടബാധ്യതകൾ മുഴുവൻ തീർത്തിട്ട് ആ അച്ഛൻ തകർന്നുപോയി, ആ മനുഷ്യൻ. നമസ്കാരം. ചില വിധികളെ തടുക്കാൻ നമുക്ക് കഴിയില്ല. വിധികൾ വന്നു ചേരുന്നതാണ്. പൂർവ്വജന്മത്തിൽ നിന്ന് ചില വിധികൾ നമ്മളിലേക്ക് വന്നു ചേരും. അത് ഒരു നദി ഉത്ഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരിടത്ത് ചെന്ന് ചേരണമെന്നുണ്ടെങ്കിൽ ശക്തമായ വെയിലിൽ അത് ഏതെങ്കിലും നീരുറവയിൽ തട്ടിക്കിടന്ന് അത് ആവിയായി മേഘമായി മഴ പെയ്ത് മറ്റൊരിടത്ത് ചെന്ന് ചേരും. അതുപോലെയാണ് വിധിയും എന്ന് പറയുന്നത്. ഞാനത് പറയാനുള്ളതിൻ്റെ കാരണം, ഇപ്പോൾ ഇന്നു മുതൽ 5 ദിവസത്തേക്ക് തിരുവനന്തപുരത്ത് മുറപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലെ ഫലങ്ങൾ പറയുന്നുണ്ടല്ലോ. 35 പേര് വീതം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. എല്ലാ ദിവസവും അത്ര പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൽ ചിലർ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതിലൊന്ന്, ഒരു ചെറുപ്പക്കാരൻ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു, അവളുമായി അടുക്കുന്നു. അവരുടെ ബാക്കിയുള്ള സാഹചര്യങ്ങളും ഒന്നും അവന് അറിയില്ല. ആകെ അറിയാവുന്നത് ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ്, അനാഥാലയത്തിൽ വളർന്നതാണ്. ഇത് മാത്രമേ ആ ചെറുപ്പക്കാരനെ അറിയാവുന്നുള്ളൂ. ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ അച്ഛൻ്റെ ഏക മകനാണ്. ഭാര്യ മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാതെ ഈ മകന് വേണ്ടി മാത്രം ജീവിക്കുന്നൊരച്ഛൻ. എന്തായാലും അവർ തമ്മിൽ, ഈ മകനും ആ പെൺകുട്ടിയും തമ്മിൽ ഒരു ഹൃദയബന്ധമുണ്ടാകുന്നു. പരസ്പരം ജീവിക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ജാതകമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഹൈന്ദവതയിലുള്ള അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇതേപോലുള്ള ജാതകം നോക്കുക എന്നൊക്കെ ഉള്ളത്, അത് ഹൈന്ദവതയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ പരസ്പരം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് മാനസികമായി അടുത്ത് ശാരീരികമായുള്ള അടുപ്പത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോഴാണ് അച്ഛൻ ഈ വിവരം അറിയുന്നത്. ആരോ പറഞ്ഞു ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ എവിടെയോ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളത്. അച്ഛൻ കരയുകയാണ്, എൻ്റെ മുമ്പിൽ മകൻ അടുത്തിരിപ്പുണ്ട്. അപ്പം മകൻ പറയുന്നത്, എനിക്ക് അവളെ പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, അവളെ ഇദ്ദേഹത്തോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു, മുഴുവൻ കള്ളത്തരമായിരുന്നു. കള്ളത്തരം എന്ന് പറയുന്നത് കള്ളം സ്ഥിരമായി ചെയ്യുന്ന, കള്ളം മാത്രം ചെയ്യുന്ന, അത്തരത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അത്. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി വന്നു ചേർന്ന ഒരു പെൺകുട്ടിയാണ്. പലർക്കും പണം കൊടുക്കാനുള്ളതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഇവൻ ഏറ്റെടുക്കുകയും ഇവൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇവൻ പലർക്കും വാഗ്ദാനം ചെയ്യുകയും ഇവൻ അക്കൗണ്ട് തുടങ്ങി ചെക്കുകളെല്ലാം പലർക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്നത്. അവളുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകുന്നു. ഇദ്ദേഹത്തിനോട്, ഈ ചെറുപ്പക്കാരനോട് ക്രൂരമായിട്ട് പെരുമാറുന്നു. ചെക്ക് കൊടുത്തവർ എല്ലാവരും പിന്നെ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു, ഇവനെ ബുദ്ധിമുട്ടിക്കുന്നു. കുറേ കഴിഞ്ഞ് ഇവൻ കുറേയൊക്കെ പണം കൊടുക്കുന്നു. ഇവൻ്റെ മാനസികമായ അസ്വസ്ഥത, ഇവൻ്റെ ഭക്ഷണമില്ലായ്മയും ഇവൻ്റെ ശാരീരികമായ അവശതയും ഒക്കെ അച്ഛൻ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവൻ ഒരു നല്ല ഭീമമായ തുക, ഒരു 10-65 ലക്ഷം രൂപയോളം ഈ പെൺകുട്ടി ഉണ്ടാക്കിയ ബാധ്യത, പലയിടത്തും പോയി പല ചെറുപ്പക്കാരെയും പറ്റിച്ച്, ഇല്ലെങ്കിൽ പല കുടുംബക്കാരെയും പറ്റിച്ച് ജീവിക്കുന്ന ഇവരുടെ യഥാർത്ഥ നിറം തിരിച്ചറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾക്ക് പല പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ട്. അവൾ ശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് എന്നാണ് ഈ അച്ഛൻ പറയുന്നത്. അച്ഛൻ മാത്രമല്ല, ഈ ചെറുപ്പക്കാരൻ നിസ്സഹായനായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. പലരും കേസ് കൊടുക്കുമെന്ന് പറയുന്നു. അവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവൾക്ക് ഒരുപാട് കോടതികളിൽ കേസുണ്ട്, ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. ഇവൾ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ യഥാർത്ഥ ചിന്ത. അദ്ദേഹം പറയുന്നു, ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് വിൽക്കുകയാണ് സ്വാമി. എൻ്റെ താമസിക്കുന്ന വീട് വിറ്റ് ഇവൻ്റെ ബാധ്യതകൾ മുഴുവൻ തീർത്തിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു യാത്രയിൽ പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടിയും അവരുടെ ജീവിതത്തിലേക്ക് എന്താണെന്നറിയാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്
അവളുടെ കടബാധ്യതകളും അവൾ പറയുന്നതെല്ലാം വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എന്തൊരു പാപമാണ്! യാതൊരു കൂസലുമില്ലാതെ അതൊക്കെ ഞാൻ ചെയ്തു, നീ എന്തിനാണ് ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചത് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുമ്പിൽ അയാൾ നിസ്സഹായനായിപ്പോയി. ഇപ്പോൾ വീട് വിറ്റിട്ട് ആ കടബാധ്യതകൾ മുഴുവൻ തീർത്തിട്ട് ആ അച്ഛൻ തകർന്നുപോയി. ആ മനുഷ്യൻ, ഒരാളുടെ ജീവിതം തകരുന്നതിനെ ഒരു കാരണമുണ്ടാകുന്നത്. എനിക്കൊന്നും പറയാനില്ല. അയാൾ നിസ്സഹായനായിട്ട് എൻ്റെ മുമ്പിലിരുന്നു. എന്തൊക്കെ അബദ്ധങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വന്നു ചേരുന്നത്. ഇല്ലെങ്കിൽ ചെറുപ്പക്കാരികളും ഒക്കെ. അപ്പോൾ ഒരു വിധി എന്ന് പറയുന്ന, ഞാനെപ്പോഴും വിധിയെക്കുറിച്ച് പറയും, ആ വിധിയെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. വിദേശത്തു നിന്നൊരാൾ വിളിച്ചു, ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹം യാതൊരു പരിചയവുമില്ല അദ്ദേഹത്തിന്. ഒരു പെൺകുട്ടി, അദ്ദേഹത്തിന് ശാരീരിക ബന്ധമില്ല, അവർ തമ്മിൽ വേറെ ഒരു മാനസിക അടുപ്പമില്ല. അവൾക്കൊരു ഒരു ഒരു പ്രോജക്റ്റ് സംസാരിക്കുന്നു ആ ചെറുപ്പക്കാരനോട്. വിദേശത്തുള്ള അവളുടെ ബന്ധു, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനായിട്ട് അവതരിപ്പിക്കുന്നു. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നു, അതിൻ്റെ ലാഭവിഹിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ താനൊരു വലിയ കോടീശ്വരനായി മാറാനായിട്ടുള്ള മാറി എന്ന് തന്നെ അയാൾ വിചാരിക്കുന്നു. വിചാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അറിയാവുന്നവരോട് മുഴുവനുള്ള പണം, വിവാഹം കഴിച്ച് 3 മാസമാകുന്നതിന് മുമ്പ് വിദേശത്തേക്ക് പോയ ഭാര്യയുടെ സമ്പത്ത്, ഭാര്യയുടെ സ്വർണം, സഹോദരിയുടെ സ്വർണം, തനിക്കറിയാവുന്നവരുടെ മുഴുവൻ സ്വർണം, ഇതെല്ലാം മേടിച്ച് വിറ്റുമൊക്കെ ഒരു വലിയ തുക, ഏകദേശം 1.5 കോടി രൂപ ഈ പെൺകുട്ടിക്ക് പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ എന്തൊരു മണ്ടന്മാരും വിഡ്ഢികളുമാണ്. വേറെ യാതൊരു ബന്ധവുമില്ല, വേറെ യാതൊരുവിധ ബന്ധവുമില്ല. ഒടുവിലാണ് ഇതിൻ്റെ ഒരു വലിയ ചതി മനസ്സിലാകുന്നത്. അത് അവളുടെ പണമേ അല്ല, അവൾ അയച്ചു കൊടുത്ത പണം, അവൾ സംസാരിക്കുന്നത് അവളേ അല്ല. അങ്ങനൊരു സംഭവമേ ഇല്ല. 1.5 കോടി രൂപയുടെ ബാധ്യതയുമായിട്ട് ചെറുപ്പക്കാരൻ ആത്മഹത്യയുടെ വക്കീലാണ്. അപ്പോൾ നമ്മളൊക്കെ ഇതങ്ങ് വിശ്വസിക്കുകയാണ്. പണമുണ്ടാക്കാനായുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് നട്ടം തിരിയുമ്പോൾ, എവിടെ നിന്നെങ്കിലും പണം വന്നു ചേർന്നാൽ, വന്നു ചേരാനുള്ള ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയും സത്യസന്ധതയും മനസ്സിലാക്കാതെ ഒരാൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ആ പണം മുഴുവൻ, നമ്മൾ കടം മേടിച്ച് നമുക്ക് കിട്ടാവുന്ന സോഴ്സിലുള്ള പണം മുഴുവൻ മേടിച്ച് അതിനകത്ത് കൊടുക്കുന്നു. മുഴുവൻ നഷ്ടമായി. എന്താണ് പരിഹാരം? എന്താണ് സ്വാമി ഒരു പരിഹാരം? അതുപോലുള്ള നിരവധി വിഷയങ്ങൾ. ഇത് ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പെൺകുട്ടിയേ ഇല്ല. അപ്പം അങ്ങനൊരു പെൺകുട്ടി ഇല്ലാത്ത പെൺകുട്ടി ഈ ഇന്നത്തെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യയിലൂടെ, ഇത്തരം മോർഫിങ്ങിലൂടെയൊക്കെ തട്ടിപ്പ് നടത്തുന്നവരുടെ മുമ്പിൽ പെട്ടുപോകുന്നതല്ലേ ഏറ്റവും വലിയ സത്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്നോ വിറ്റ ഒരു വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞൊരു എല്ലാം കൂടെ അയച്ചു തന്നു. അത് ഞാൻ വിറ്റിട്ട് 2-3 വർഷമായി. അത് അവരുടെ പേരിൽ മാറ്റിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അന്വേഷിക്കുമ്പോഴാണ് ഇതൊരു പ്രൈവറ്റ് സംഭവം, കമ്പനി ആരോ ഇത് ചെയ്യുന്നതാണ്. നമ്മൾ പൈസ ഫൈൻ അടയ്ക്കേണ്ട സംഭവങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാനിത് ടീച്ചറോട് ചോദിച്ചപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് തട്ടിപ്പാണ്. പിന്നെ പലരോടും ചോദിച്ചപ്പോൾ തട്ടിപ്പാണ്, ഇത് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യനെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചുമൊക്കെ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം അല്ലേ, ഒരാളെ വിശ്വസിപ്പിച്ച് ചതിക്കുന്നവരും ഒക്കെ കിട്ടുന്ന ശാപങ്ങളും നാശങ്ങളും ഒക്കെ അല്ലേ നശിച്ചു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് പാലക്കാട് ചെന്താമര എന്ന് പറയുന്ന ഒരു മനുഷ്യമൃഗം, അവന് മനുഷ്യൻ്റെ രൂപമുണ്ടെന്നേ ഉള്ളൂ. അവൻ 3 പേരെ വെട്ടിക്കൊന്നു. ആദ്യത്തെ കൊലപാതകം നടന്നതിന് ശേഷം അവൻ്റെ മനസ്സിൻ്റെ സംശയങ്ങൾ കൊണ്ട് അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരാൾ ആഭിചാരം ചെയ്യുമെന്ന് അവനങ്ങ് വിചാരിക്കുകയാണ്, അവനങ്ങ് വിശ്വസിക്കുകയാണ്. അവൻ വിചാരിച്ചുകൊണ്ട് ആദ്യം ഒരാളെ കൊന്നു. ആ കൊന്നയാൾ, ആ കൊലപ്പെടുത്തിയ ആൾ ഈ ചെന്താമര, അവൻ ജയിലിൽ പോയിട്ട് അവനെ രക്ഷിക്കാനും ഇവിടുത്തെ വക്കീലന്മാർ
നമ്മൾ ഈ ക്രിമിനൽ വക്കീലന്മാരുടെ ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠനം, എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് മരിച്ചുപോയ ക്രിമിനൽ വക്കീലന്മാരുടെ, കാരണം കുറേയൊക്കെ നമുക്ക് സത്യസന്ധത വേണമല്ലോ. അയാൾ ജയിലിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നു 2 പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയും ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടവരെ നിഷ്കരണം വെട്ടിക്കൊല്ലുന്നു. അയാൾ കോടതിയോട് ധിക്കാരപരമായി പെരുമാറുന്നു. എന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളാൻ പറയുന്നു. അയാളെ ഇന്ന് തൂക്കിക്കൊലയ്ക്ക് വിധിച്ചു. ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം മനുഷ്യനിൽ നന്മ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അയാളെ രക്ഷിക്കാനും ഇവിടെ കോട്ടുവിട്ടുകൊണ്ട് വക്കീലന്മാർ ഇറങ്ങുന്നു. ആലോചിച്ചു നോക്ക്, ഇത്രയും നിഷ്ഠുരമായ കൊലപാതകം ചെയ്ത അയാളെ രക്ഷിക്കാൻ, ആ ചെന്താമര എന്ന് പേരുള്ള ആ ക്രൂരനെ, ആ മനുഷ്യമൃഗത്തെ രക്ഷിക്കാനും ഒരാൾ കോട്ടുവിട്ട് ഇറങ്ങി. അങ്ങനെ കോട്ടുവിട്ട് ഇറങ്ങിയ ഒരുപാട് വക്കീലന്മാരുടെ അവസ്ഥകളെക്കുറിച്ച് നന്നായി ബോധ്യമുള്ളതുകൊണ്ടും ആ കുടുംബത്തെയും അങ്ങനെയുള്ള കുടുംബത്തെയും അവരുടെ പിന്നീട് വരുന്ന തലമുറകളിൽ വരുന്ന ദോഷത്തെയും ആ ദോഷങ്ങൾക്ക് പരിഹാരം പോലും ഇല്ലാതെ വരുന്ന കാര്യങ്ങളുമൊക്കെ ഉള്ള എൻ്റെ മുമ്പിലേക്ക് വരുന്നതിൽ നമ്മൾ നിശബ്ദരായിരിക്കാനേ പറ്റുള്ളൂ. വക്കീലന്മാരോട് എൻ്റെ ഒരു അപേക്ഷ എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ നിങ്ങൾ ചെയ്യരുത്. അത് ദൈവഹിതമല്ല. അതിന് അയാൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ നമുക്കും കിട്ടും, അല്ലേ? ഒരാളെ 2 പേരെയൊക്കെ നിഷ്കരണം 2-3 പേരെയൊക്കെ വെട്ടിക്കൊല്ലുന്ന ഒരാളെ, കോടതിയുടെ മുമ്പിൽ ധിക്കാരമായി പെരുമാറുന്ന ഒരാളെ, അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ദൈവം ശിക്ഷിക്കും എന്ന് ഞാൻ ഇത്തരത്തിലുള്ള വക്കീലന്മാരോട് ഞാൻ പറയുകയാണ്. അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖദുരിതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവുകൾ എൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണെന്ന് പറയും, പക്ഷേ ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങളെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ. ഇന്നലെ ഞാനിപ്പോൾ വെമ്പായത്താണല്ലോ താമസിക്കുന്നത്. വെമ്പായത്ത് അവിടെ ഒരു ബാറും പിന്നെ ഹോട്ടലും ഒക്കെ കൂടെ ഉണ്ട്. ഇന്നലെ അവിടെ രാത്രിയായപ്പോൾ തീപിടുത്തം ഉണ്ടായി. എങ്ങനെ തീപിടുത്തം? 2-3 പേര് ചേർന്ന് മദ്യപിക്കുന്നു. അവർ തമ്മിൽ വാക്ക് തർക്കങ്ങളോ എന്തോ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഇല്ലെങ്കിൽ ശത്രുതയുണ്ടാകുന്നു. ഒരാൾ പോയി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഒരാളുടെ പുറത്തൊഴിച്ച് കത്തിക്കുന്നു. അവരുടെ നില എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. മദ്യത്തിൻ്റെ ലഹരിയിലാണോ, മദ്യം ഉണ്ടാക്കി കൊടുത്ത പകയാണോ എന്നറിയില്ല. എത്ര ക്രൂരമായിട്ടാണ് മനുഷ്യർ പെരുമാറുന്നത്. കത്തിക്കണ ഹോട്ടലിലെ ഒരു നല്ല ഭാഗം കത്തിപ്പോയി എന്നാണ് പറയാം. 2-3 ഫയർ എഞ്ചിനും ആൾക്കാരും, ഒരു മനുഷ്യൻ്റെ ജീവനുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കിട്ടുന്ന ശിക്ഷകൾ, അല്ലേ? പകയുണ്ടാകുമ്പോൾ നമ്മുടെ സിനിമകളിലൊക്കെ പകയുണ്ടാകുമ്പോൾ കൊല്ലുന്നതൊക്കെ ഉണ്ട്. ഈ കൊല്ലുക എന്നുള്ളത് തന്നെ ഏറ്റവും ഈ കൊല്ലുക എന്നുള്ളതിന് തുല്യമായിട്ടുള്ളതാണ് അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കുക, ആഭിചാരങ്ങൾ ചെയ്യുക. ആഭിചാരം ഇതുപോലാണ്. ആഭിചാരം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ, അല്ലേ? ഒരാളെ പകയുണ്ടാക്കാനായിട്ട് ആഭിചാരം ചെയ്താൽ, ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാൾ വളരെ ദയനീയമായി മരിച്ചു. വളരെ ദുരന്തപൂർണമായ ഒരു ജീവിതം കൊണ്ട് അയാൾ മരിച്ചയാളിനെ ആഭിചാരത്തിൽ ഒരു കോഴിയെ ജീവനോടെ തൂവൽ മുഴുവൻ എടുത്തു കളഞ്ഞതിന് ശേഷം മുളക് പുരട്ടി കുഴിയിൽ കുഴിച്ചിടും അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു കടുത്ത ആഭിചാരമാണ്. ജീവനുള്ള ഒരു കോഴിയുടെ തൂവൽ പിന്നിക്കളയുക, ആ കോഴിയെ പൂജിച്ചിട്ട് അതിൻ്റെ പുറത്ത് മുളകരച്ച് പുരട്ടുക. ആ കോഴിയുടെ ഒരു വേദന, ആ ചെയ്യുന്നവൻ നീറി മരിക്കും എന്നുള്ള കാര്യത്തിനും ചെയ്യിപ്പിക്കുന്നവൻ്റെ അവസ്ഥ അതിനേക്കാൾ നീറി മരിക്കും എന്നുള്ളതും, ആ തലമുറ മുഴുവൻ, ചെയ്യിപ്പിക്കുന്നവൻ്റെ തലമുറ ഇല്ലെങ്കിലും ആഭിചാരം ചെയ്യുന്നവൻ്റെ തലമുറകൾ അതിഭീകരമായി നശിച്ചു പോകും. ഒരു മൃഗത്തിനെ വായ് മൂടിക്കെട്ടിയിട്ട് ആലോചിക്കണം. ഇതൊക്കെ എന്നോട് വന്ന ഓരോരുത്തർ പറയുന്നതാണ്, സ്വാമി ഇതാ ഇങ്ങനെ ചെയ്തു സ്വാമി. ഞാൻ ആര് ചെയ്തു? ഇയാളാണ് ചെയ്തത്. ഈ വന്നവൻ നശിച്ചു, എന്നെ മറ്റവൻ ഇങ്ങനെ ചെയ്തു സ്വാമി. അപ്പോൾ അത് ഞാൻ പറഞ്ഞ അവരങ്ങനെ ചെയ്തു, നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഒടുവിൽ അയാൾ സമ്മതിച്ചു. ഇയാളുടെ 2 കാലുകളും നടക്കാൻ പറ്റാത്ത മന്ത് കാല് പോലെ ആയി. കാരണം ഒരു മൃഗത്തിൻ്റെ 2 കാലും കൂട്ടിക്കെട്ടി വായും കൂട്ടിക്കെട്ടി ആഭിചാരം ചെയ്തിട്ട് ജീവനോടെ കുഴിച്ചിട്ട് ഇദ്ദേഹത്തിന് 2 കാലും മന്ത് രോഗമായി എന്നല്ല,
വാ മുഴുവൻ സംസാരിക്കാൻ പറ്റാത്ത ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം വന്നു. ഭീകരാവസ്ഥയിലായിപ്പോയി. നാവിലേക്ക് വെള്ളം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ചെയ്തു എന്ന് അദ്ദേഹം വന്നിരുന്നു. എൻ്റെ ഈ ചെയ്ത ആളെ വേറൊരാൾ ചെയ്തു എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ഇദ്ദേഹമാണ് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഫലമല്ലേ ഈ വന്നേക്കുന്നത്, ഇതിന് പരിഹാരമില്ല. അപ്പോൾ ഈ ആഭിചാര ദോഷം, ഈ ആഭിചാരം ചെയ്ത് ഒരാളെ നശിപ്പിക്കുക, ഒരാളെ ശപിച്ച് നശിപ്പിക്കുക, ആഭിചാരം ചെയ്ത് നശിപ്പിക്കുക, ഇതിനൊക്കെ ഭീമമായ തിരിച്ചടികളുണ്ടാകും. ആ തിരിച്ചടികൾ ഓരോന്നോരോന്നായി ഒരു തലമുറ കൊണ്ടാണെങ്കിൽ പോട്ടെ, എത്ര തലമുറ കൊണ്ട്, മൂന്നാം തലമുറ കൊണ്ട് വംശനാശം വന്ന് സർവനാശം സംഭവിച്ച് ഇല്ലാതായി പോകുന്നൊരു സത്യം. അതുകൊണ്ട് നമ്മളെ ഒരാൾ പകയുണ്ടാകും, സ്പർദ്ധയുണ്ടാകും, ഒരാൾ വഴി നടക്കാനായിട്ട്, ഇതൊക്കെ വരുന്ന ഓരോ സംഭവങ്ങളാണ്. ഒരാളെ വഴി നടക്കാൻ സമ്മതിക്കില്ല. വഴി നടക്കുമ്പോൾ ആ വഴിയിൽ ഇതുപോലെ അഭിചാരങ്ങൾ ചെയ്ത് കൊണ്ടിടുക, തകിട് കൊണ്ടിടുക, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ട് അവർക്ക് ആ വഴി നടക്കാൻ സമ്മതിക്കില്ല. അയാളൊരു സാധു മനുഷ്യനാണ്. അയാൾക്ക് 2 പെൺമക്കളുമായിട്ട് അയാൾ വന്ന് ആ വസ്തു വഴിച്ചു പോയി. അയാൾക്ക് അറിഞ്ഞുകൂടാ, ഒരു ബ്രോക്കർ കൊണ്ടുവന്ന് പറ്റിച്ചതാണ്. അയാൾക്കൊരു ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. ഒരു വഴിപ്രശ്നത്തിൻ്റെ പേരിൽ ഇയാൾ ആരോടും ഒന്നും സംസാരിക്കാത്ത ഒരു സാധു മനുഷ്യൻ. ആ വീടിൻ്റെ ഓരത്തുള്ളവർ പിന്നെ ഇയാളെ വഴി നടക്കാൻ സമ്മതിക്കത്തില്ല വസ്തുവിൻ്റെ പേരിൽ. അവർക്ക് ആ വസ്തുവിൻ്റെ പേരിൽ എന്തോ തർക്കമുള്ളതാണ്. ഇയാൾ ഇതുപോലെ ആഭിചാരം ചെയ്ത് ആ മനുഷ്യന് ഒരു അപകടമുണ്ടായി. ഇയാളുടെ ഒരു കാല് നഷ്ടപ്പെട്ടു പോയി. അയാൾക്ക് നടക്കാൻ പറ്റാതായി. അയാൾ സാധു മനുഷ്യൻ ഇവരോട് ഒന്നും പറയാതെ ഈ ഭാര്യയും മക്കളെയും കൊണ്ട് ആ വസ്തുവും വീടും അവിടെ ഇട്ടിട്ട് ഈ കുട്ടികളെയും കൊണ്ട് അങ്ങ് വടക്കം കണ്ട് ഒരു വീട്ടിലേക്ക് അയാൾ തിരിച്ചു പോയി. ഒന്ന് ആലോചിക്കണം, അയാളൊരു വഴക്കിനും പോയില്ല, ഒന്നിനും പോയില്ല. വൈകല്യം ഉണ്ടാ കാലിൻ്റെ പത്തി അറ്റുപോയി എന്ന് പറഞ്ഞാൽ അയാളൊരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ വേറൊരുത്തൻ ബൈക്കിൽ വേഗത്തിൽ വന്ന് ഈ ബൈക്കിൽ കൊണ്ടിടിച്ചു. ഇടിച്ച് ആ കാലിൻ്റെ ഇടിയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കാലറ്റുപോയി. കാലിൻ്റെ പാദമില്ലാതെ ആ മനുഷ്യൻ ഈ 2 പാവപ്പെട്ട പെൺകുട്ടികൾ, ആരോടും ഒന്നും പറയാത്ത നിരപരാധിയായ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ആർക്കും ഒരു ശല്യമില്ലാത്ത, ഒരു കറുത്ത ബാഗും ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരാളാണ്. ആരോടും ഒരു ശല്യമില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം ഈ കുട്ടികളെയും കൊണ്ടുപോയി. ഈ ചെയ്ത വീട്ടുകാരാകട്ടെ, ഈ ആഭിചാരം ചെയ്തിട്ട വീട്ടുകാരുണ്ടല്ലോ നടന്ന വഴിയിൽ, നശിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ദൈവമുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ ശക്തിയുണ്ട്. അത് കൃഷ്ണനാണോ, ശിവനാണോ, ബ്രഹ്മാവാണോ, മഹാവിഷ്ണുവാണോ എന്ന് ചോദിച്ചാൽ ഞാനതൊന്നും ഇതാണെന്ന് ഏതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ പ്രപഞ്ചത്തിലൊരു ശക്തി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം, അത് ആരും കണ്ടില്ല നമ്മൾ വിചാരിച്ചാലും മുകളിലൊരാൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു കള്ളം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അത് പറഞ്ഞേ മതിയാവൂ എന്ന് പറയുന്ന ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. എത്ര കാര്യങ്ങളാണ്. ഞാനിന്ന് പിന്നെ അവിടെ ഫലം പറഞ്ഞപ്പോൾ ആൾക്കാർ വന്നിട്ട് പരിഹാരങ്ങളില്ല, ഒന്നിനും പരിഹാരങ്ങളില്ല എന്ന് പറയുന്ന ഒരു സത്യം നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കണം. നമ്മുടെ പൂർവികർ ചെയ്യുന്ന കർമ്മങ്ങൾ, പൂർവികർ ചെയ്തിട്ടുള്ള ദുഷ്ടകർമ്മങ്ങൾ, അവരുടെ നീച പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു വിധി. നമ്മളവിടെ ചെന്ന് ജനിക്കുന്നത്, അതിൻ്റെ ഒരംശം നമ്മളിലേക്കൂടെ വരും. നമ്മൾ അനുഭവിക്കുന്ന വിധിക്ക് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പിടിച്ചാലും എത്ര ഭസ്മം വിട്ടാലും എവിടെ നമസ്കരിച്ചാലും അതിന് പരിഹാരമില്ല. അതുകൊണ്ട് സത്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പണം ഉണ്ടാക്കാനായിട്ട് നീചമാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കുക. പ്രശസ്തി ഉണ്ടാക്കാനായിട്ട് കുറുക്ക് വഴികൾ തേടാതിരിക്കുക. ധിക്കാരപരമായും ധാർഷ്ട്യത്തോടും പെരുമാറാതിരിക്കുക. അത്തരത്തിലുള്ള മഹത് വചനങ്ങൾ നമ്മൾ ഒന്ന് ഉള്ളിലേക്കെടുത്താൽ ആൾക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നേട്ടങ്ങൾ വന്നുകൂടുമ്പോൾ കോട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കില്ല. സമയം നല്ലതായിരിക്കുമ്പോൾ, ശുക്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഞാനാണെല്ലാം, എനിക്കപ്പുറത്തേക്കോ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടുപോയാൽ അതിൻ്റെ പരിണിത ഫലം വന്നു ചേരുന്ന അവസ്ഥകളുണ്ട്. ഒന്നും ശാശ്വതമായിട്ടുള്ള രീതികളല്ല. ശാശ്വതമായിട്ട് മരണം, മൃത്യു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഏത് നിമിഷവും നഷ്ടപ്പെടാമെന്ന തരത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചലിക്കുന്ന ഹൃദയം ഒന്ന് നിലച്ചു പോയാൽ, അല്ലേ, ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് 100 സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ വെട്ടിപ്പിടിക്കാം. ഈ 6 മാസം കൊണ്ട് ഞാൻ ഇത്ര കോടീശ്വരനാകും, 6 മാസം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിക്കുന്ന ഒരാൾ സമയദോഷം കൊണ്ട് ഒന്ന് വീട്ടിലോട്ട് ഇറങ്ങുമ്പോൾ
സ്പീഡ് എന്ന് പറയുന്ന വേഗത, അമിത വേഗതയിൽ വന്ന വഴിതെറ്റി വന്ന ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ വാഹനം ഒന്ന് തട്ടിയാൽ ഈ സ്വപ്നങ്ങളെല്ലാം പൊടിഞ്ഞും ചിതൽപ്പുറ്റ് പോലെ വീഴും എന്നുള്ള ഒരു സത്യവും അതാണ് വിധി എന്ന് പറയുന്നത്. ഞാൻ ഈ വിധിയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു വിധിയുണ്ട് അല്ലേ? ഒരു പ്ലാവില, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില വിചാരിക്കും അവൻ പഴുത്ത് വീണു, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല എന്ന്. യൗവനം എന്ന് പറയുന്നത് ബാല്യവും ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും എന്നൊക്കെ പറയുന്നത് എല്ലാ പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. നമ്മളുമുണ്ട് വാർദ്ധക്യാവസ്ഥ. ഇന്നലകളിൽ എനിക്കൊരു യൗവനാവസ്ഥ ഉണ്ടായിരുന്നു, എനിക്ക് ഊർജ്ജമുണ്ടായിരുന്നു, എനിക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടായിരുന്നു. ശരീരം നശിച്ചു പോകുന്നത്, ഇതെല്ലാം എനിക്കുണ്ടായിരുന്നപ്പോൾ വൃദ്ധരെ കണ്ടാൽ, വാർദ്ധക്യമുള്ളവരെ കണ്ടാൽ എനിക്ക് അറപ്പുണ്ടാകും, എനിക്ക് അവരോട് ബഹുമാനമില്ലാതിരിക്കും. പക്ഷേ ഞാനും പോകുന്ന വഴി നിന്റെ കറുത്ത തലമുടി നരയ്ക്കും, നിന്റെ ശരീരം, നിന്റെ മസിലുള്ള ശരീരം ശോഷിക്കും, നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ പ്രകൃതി നിശ്ചയിച്ച പ്രകൃതി എല്ലാം. നമ്മൾ പഴയകാല സിനിമാ നടന്മാരെയൊക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥകളും അവർ പോയ കാലത്തെ സമയവും നമ്മളെല്ലാവരിലും ഉണ്ടാകും അങ്ങനെ ഒരു അവസ്ഥ. ആ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പിലോട്ട് പോയില്ലെങ്കിൽ അല്ലേ, യാഥാർത്ഥ്യം മരണമെന്ന് പറയുന്ന ശാശ്വതമായ ഒരു സത്യമുണ്ടോ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മളിപ്പോൾ വേദന ഉണ്ടെങ്കിൽ നമ്മുടെ കാല് മുറിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഡോക്ടർ മരുന്ന് തന്നാലും ആ മരുന്നിനെയൊക്കെ അപ്പുറത്തുള്ള ഹൃദയവേദന നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ചില സത്യങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും മാനസാന്തരമുണ്ടായാൽ, മാറ്റമുണ്ടായാൽ, സ്വയം ചിന്തിച്ചാൽ, പണം പലിശയ്ക്ക് കൊടുത്ത ഒരാൾ, പണം പലിശയ്ക്ക് കൊടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ, ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ, ഒടുവിൽ ആ ലക്ഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വന്ന മാരകമായ രോഗത്തിന് മരുന്നില്ലാതെ വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ ദാനം ചെയ്ത ഒരാൾ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര സത്യങ്ങൾ. നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്, പണം ആവശ്യം തന്നെയാണ്. പക്ഷേ അത് സത്യസന്ധമായ പണമായിരിക്കാനും നമ്മൾ സമർപ്പിക്കപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്ന നമുക്ക് അർഹതയുള്ള പണം മാത്രമായിരിക്കണം. അതല്ലാതെ കിട്ടുന്ന പണമെല്ലാം തന്നെ മറ്റുള്ളവൻ്റെ അധ്വാനത്തിൽ, മറ്റുള്ളവൻ്റെ ബുദ്ധിയിൽ, മറ്റുള്ളവൻ്റെ ചിന്തയിൽ, മറ്റുള്ളവൻ്റെ കഴിവിൽ നിന്ന് കിട്ടുന്ന പണം അവൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ അവനെ ഒന്ന് സഹായിച്ചിട്ട് അവന് കിട്ടുന്ന ലാഭത്തിൻ്റെ 50% എനിക്ക് കൂടെ വേണം എന്ന് വിചാരിച്ച് ചിന്തിച്ചാൽ അല്ലേ, അവൻ്റെ ഒരു പണമില്ല, അപ്പോൾ അവന് നമ്മൾ കുറച്ച് പണം കൊടുത്തു. അവൻ്റെ ദയനീയത, അവൻ്റെ ആ മോശമായ അവസ്ഥ, ആ ദയനീയമായ അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളുണ്ടാക്കുന്ന, നമ്മളിലേക്ക് വന്നു ചേർന്ന പണം കൊടുത്ത് അവൻ്റെ ബുദ്ധിയിലൂടെ, അവൻ്റെ കഴിവിലൂടെ ഉണ്ടാക്കിയ പണം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ, കിടന്നു പോയാൽ, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ, ഒന്ന് താങ്ങാൻ, ഒന്ന് പിടിച്ചു നിർത്താൻ അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിന് തികയില്ല, പണം വരില്ല. അതുകൊണ്ട് അർഹതപ്പെട്ടത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. നമുക്ക് അർഹതപ്പെട്ടത്, നമുക്കൊരാളെ സഹായിക്കാം, പക്ഷേ അവൻ്റെ ബലഹീനത നമ്മൾ ചൂഷണം ചെയ്യാൻ നിൽക്കരുത്. ചൂഷണം ചെയ്യാൻ ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. ഒരാൾക്ക് നല്ലവണ്ണം ബിസിനസ് ചെയ്യുന്ന ഒരാൾ ധനസഹായം ചെയ്യുന്നു. ധനസഹായം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ലാഭത്തിൻ്റെ 75% നീ എനിക്ക് തന്നേക്കൂ. അവൻ്റെ ദയനീയത കൊണ്ട് അവൻ ചിലപ്പോൾ ആ പണം മേടിക്കും. അവന് 75% കൊടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ 50% കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ നീറ്റലും അവൻ്റെ ശാപവും കൂടെ മേടിച്ചുകൊണ്ട് ഇദ്ദേഹം ജീവിതത്തിൻ്റെ ശൈശവ, ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യം, മരണം, വാർദ്ധക്യത്തിൻ്റെ അവസാന കാലം അവൻ്റെ ശാപവും കൂടി ഒരു മുൾക്കിരീടമായി വന്നു ചേരാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് മനുഷ്യരോട് പെരുമാറണം അല്ലേ. നമുക്ക് അർഹതയുള്ളത് മതി. അവനാണ് അധ്വാനിക്കുന്നത്, അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയ വിഹിതം എനിക്ക് കിട്ടി, ഞാൻ വളരെ തൃപ്തനാണ് എന്ന് ചിന്തിച്ചാൽ മാത്രമേ ദൈവഹിതം, ദൈവത്തിൻ്റെ കടാശമുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ, ഇത് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മളിത് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെയാണ് ഞാനിത് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ, ഈ പ്രോഗ്രാം കൊണ്ട് ഏറ്റവും വലിയ, ഞാൻ ഈ DNA പറയുന്നത് കൊണ്ട് ഒരാൾക്കെങ്കിലും മാനസാന്തരമുണ്ടായി, ഞാൻ ഇന്നലെ വരെ ചെയ്ത തെറ്റുകളാണ്, എനിക്ക് ശരി വേണം എന്ന് മനസ്സിലറിഞ്ഞുകൊണ്ട് മാറ്റത്തിന് തയ്യാറായാൽ അവൾ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് ദൈവികമായ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ്. എല്ലാ നക്ഷത്രങ്ങൾക്കും ദൈവികമായ അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ
തിരുവാതിര നക്ഷത്രത്തിന് ഈ കർക്കിടക മാസം അങ്ങോട്ട് അവസാനിക്കുമ്പോൾ മുതലുണ്ടാകുന്ന നല്ല മാറ്റങ്ങളുണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. പക്ഷേ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ പൂർവ്വജന്മമായിട്ടുള്ളതല്ല, പൂർവികമായിട്ടുള്ള ചില വിഷയങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾക്ക്, സാമ്പത്തികമായി ഇത്രയും കാലം ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകും. പുരുഷനെ സ്ത്രീയെ കൊണ്ടും സ്ത്രീക്ക് പുരുഷനെയും കൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒരു ലഘുവായ അയവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹനുമാൻ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലുമൊക്കെ പരിഹാരക്രിയകൾ ചെയ്താൽ മനസ്സിന് ശാന്തി കിട്ടുന്ന ചില വിഷയങ്ങളുണ്ടാകും. സന്താനങ്ങൾക്ക് ദുരിതമുണ്ടാകുന്ന ഒരു കാലഘട്ടം ഈ കർക്കിടക മാസം തീരുന്നത് വരെയുണ്ട്. അതുകൊണ്ട് സന്താനങ്ങളെയും കൊണ്ട് ശിവക്ഷേത്രത്തിൽ പരിഹാരക്രിയകൾ ചെയ്താൽ നല്ല മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.